കിച്ചണിൽ നിന്ന് ഒരു സംഭവം കണ്ടെത്തി. അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കായിട്ട് ഇതാരുടേതാണ് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ട് നടക്കായിരുന്നു. എന്തായാലും സംഭവം മറ്റൊന്നുമല്ല, അണ്ടർവെയർ ആണ്. അവിടെ കിച്ചണിൽ വെള്ളം കുടിക്കുന്ന ഭാഗത്ത് ആരുടെയോ അണ്ടർവെയർ കിടക്കുന്നു. ആരുടേതാണെന്ന് ചോദിച്ചിട്ട് ആരുടേതുമല്ല. എന്തായാലും ലേഡീസിൻ്റെതല്ല, ജെൻസിൻ്റെയാണ്. ജെൻസിൻ്റെ എല്ലാവരും വന്നു, എല്ലാവരും പരിശോധിച്ചു. എല്ലാവരും പറഞ്ഞു എൻ്റേതല്ല എന്ന് അവിടെ അഭിപ്രായം പറഞ്ഞ് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി. പിന്നെ ആരുടേതാണ് എന്നുള്ള ചോദ്യമാണ്. പിന്നെ അത് കൊളുത്തിയൊക്കെ പിടിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് സംശയം അത് ജിൻഡോ ബ്രോയുടെ ആണോ എന്നുള്ളത്. അപ്പോൾ ചോദിച്ചു, ജിൻഡോ ബ്രോ വരൂ, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജിൻഡോ അയ്യോ അത് എൻ്റെ ആണ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ കൊണ്ട് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ എടുത്തിട്ട് അവിടെ വെച്ച സമയത്ത് എടുത്ത് പോകുമ്പോൾ അത് പെട്ടിട്ടുണ്ടാവില്ല, അത് അങ്ങനെ കിച്ചണിൽ വന്നതായിരിക്കുമെന്ന്. അപ്പോൾ സംഭവം സാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനാണ് അവിടെ പറഞ്ഞത്. സാരില്ല, അത് തെറ്റി വന്നതായിരിക്കും, എടുത്തപ്പോൾ എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അത് പോട്ടെ, അത് വിഷയമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ വിട്ടു. അതുപോലെ തന്നെ ഋഷിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരതെല്ലാവരും വിട്ടുകളഞ്ഞു. സംഭവം അവിടെ തീർന്നെങ്കിലും പിന്നീട് അവിടെ ജാസ്മിനും ഗബ്രിയും സിജോരെടുത്തിരുന്ന് പഴയ കഥ പറയുകയായിരുന്നു. ജാസ്മിന്റെ ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ച ലിവിംഗ് റൂമിൽ കൊണ്ടുവച്ച സമയത്ത് ജിൻഡോ ഉണ്ടാക്കിയ കാര്യമാണ് അവിടെ അവർ സിജോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോൾ കിച്ചണിൽ നിന്നാണ് കിട്ടിയത്, അതും അണ്ടർവെയർ, അതും വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് നിന്ന്, കിച്ചണിൽ നിന്ന്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല, അയാൾക്ക് എന്തുമാവാലോ എന്ന് പറഞ്ഞുകൊണ്ട് സിജോർ അവിടെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജോയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഗബ്രിയും ജാസ്മിനും ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ഉണ്ടായത്, എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ സിജോയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ജിൻഡോയ്ക്കെതിരെ ഈ വിഷയം എടുത്തിട്ടില്ല. ജിൻഡോയ്ക്കെതിരെ ആരും വഴക്കുണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ജിൻഡോ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സ്ട്രാറ്റജി കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും ഈ ഒരു വിഷയത്തിൽ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ കളിച്ചുകൊണ്ട് ഒരു പ്രശ്നം വേണ്ട എന്ന് അവർ കരുതിയിരിക്കാം. എന്തായാലും അവിടെ അങ്ങനെ കളിച്ചാൽ തന്നെയും ജിൻഡോ തന്നെയാണ് മുന്നേറുക, ജിൻഡോയ്ക്ക് തന്നെയാണ് സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും ആ വിഷയം അതങ്ങ് വിട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സംഭവം ഇതായിരുന്നു, ജിൻഡോയുടെ അണ്ടർവെയർ, ട്രൗസർ അല്ലായിരുന്നു, അണ്ടർവെയർ ആണ് എല്ലാവർക്കും കിച്ചണിൽ നിന്ന് കിട്ടിയത്.